നമസ്കാരം. പലതും പറയാം. ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുലു മാളിലത്തെ ചില കാഴ്ചകളാണ്. ലുലു മാൾ എന്ന് പറയുമ്പോൾ എറണാകുളത്തെ ലുലു മാളല്ല, പാലക്കാട്ടത്തെ ലുലു മാളിലെ കുറച്ച് കാഴ്ചകളാണ്. എറണാകുളത്തെ ലുലു മാളിൻ്റെ അത്ര വലുതല്ലെങ്കിലും പാലക്കാട്ടുകാർക്ക് അഭിമാനിക്കാനായി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് പാലക്കാട്ടത്തെ ലുലു മാളും. അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടാലോ. ഇതാ നമ്മളിപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കിഴക്കേ വശത്തുള്ള പാർക്കിംഗ് ലോട്ടിലാണ് നിൽക്കുന്നത്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ലോട്ടാണ്. ധാരാളം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊരു പാർക്കിംഗ് സ്ലോട്ടുമുണ്ട്. ലുലു മോളിൻ്റെ ഫ്രണ്ട് സൈഡിലും ഒരു പാർക്കിംഗ് സ്ലോട്ടുണ്ട്. ഇത് ഫ്രണ്ട് സൈഡിലുള്ള പാർക്കിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. സാധാരണഗതിയിൽ ഒരു പാർക്കിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് അത്രമാത്രം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്ന ഇവിടെ തന്നെ രണ്ട് സൈഡിലുമായിട്ട് ധാരാളം ബ്രാൻഡഡ് റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. അമേരിക്കൻ ടൂറിസ്റ്റർ, മീട്രൻസ്, നാവിഗേറ്റർ, വി സ്റ്റാർ മുതലായവ, പിയോറ, ജമാൽ, അങ്ങനെ എല്ലാ മോളിലും കാണുന്ന തരത്തിലുള്ള റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ മാർക്കറ്റാണ്. അത് എടുത്തു പറയത്തക്ക രീതിയിൽ അത്രയും വിശാലമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റാണ്. ലുലു മോളിൻ്റെ മൊത്തം വിസ്തീർണം 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അതിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാത്രം കൈയടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വിശാലമായിട്ടുള്ള നമുക്കത് അടുത്തതായിട്ട് അതിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗത്ത് ഇന്ത്യൻ കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ ബാഗ് ഡെപ്പോസിറ്റ് അതിനുള്ള കൗണ്ടറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയ ഫാഷൻ സ്റ്റോറുണ്ട്. വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്ന ചെറിയൊരു ഷോപ്പാണ്. നല്ല നല്ല കൊടകൾ, ബാഗുകൾ, ഡ്രോയിങ് റൂമിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന സൈസ് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കടന്നു. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ധാരാളം സ്പേസ് ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, കിച്ചൺ, ഇവിടേക്ക് വരുന്ന ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് ചന്ദ്രനഗറിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ കണ്ണാടി എന്ന് പറയുന്ന ഈ ഹൈവേയിൽ തന്നെ, സേലം കൊച്ചി ഹൈവേയിൽ തന്നെ കണ്ണാടി എന്ന സ്ഥലത്ത് കാഴ്ചപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ലുലു മാളായി. കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ ഓപ്പണായിരിക്കും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ പറയുന്ന ഹൈപ്പർ മാർക്കറ്റ്. ഫസ്റ്റ് ഫ്ലോറിൽ എസ്കലേറ്റർ കൂടെ നമുക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ലുലു ഫാഷൻ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സ്റ്റാൾസും ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു സ്നാക്സ്, കോഫി, ടീ എല്ലാം കഴിക്കാവുന്ന ഒരു ചെറിയ ഒരു കഫറ്റേരിയ മാതിരിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നും കഴിക്കാം.
പിന്നെ ധാരാളം സെയിൽസ്മാനെ എല്ലാ സ്ഥലത്തും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ മതി. അവർ ഉടനെ തന്നെ ഓടി വന്നിട്ട് അതിൻ്റെ പ്രൈസ് ആവട്ടെ, വേറെ ഡീറ്റെയിൽസ് ആവട്ടെ, എല്ലാം അവർ മൊബൈൽ ആ പ്രൊഡക്റ്റിൻ്റെ കോഡിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ വിവരവും പറഞ്ഞു തരും. ഇനി ഡിസ്പ്ലേയിൽ ഇല്ലെങ്കിൽ തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കഫറ്റേരിയ ഉണ്ടല്ലോ, അതിലെന്താ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബില്ല് ചെയ്തിട്ട് വേണം സാധനങ്ങൾ കഴിക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അതേസമയം തന്നെ അവിടെ ഇരുന്ന് കഴിക്കാവുന്നതിനാണ് ബില്ലിങ്. അല്ലാതെ നമ്മൾ ഓപ്പണേ ചെയ്യാത്ത ബോട്ടിൽസും ഫുഡ് പാക്കറ്റ്സൊക്കെ ആണെങ്കിൽ അവിടുന്ന് ബില്ല് ചെയ്യാൻ പാടില്ല. അത് പുറത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ബില്ല് ചെയ്യണം. അതായത് അവിടുന്ന് ബില്ല് ചെയ്ത സാധനങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിക്കണം എന്നുള്ളതാണ് ആ കഫറ്റേരിയയുടെ പ്രത്യേകത. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് സുലഭമാണ്, എല്ലാ വെറൈറ്റിയിൽ പെട്ടതുകൊണ്ട്. കൂടാതെ സാലഡ്സ് ഉണ്ട്, അതൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടുത്തെ സാലഡ്സ് നമുക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ വെയിറ്റ് നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അതായത് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും 1 കിലോ അല്ലെങ്കിൽ 500 ഗ്രാമിന് ഇത്ര രൂപ എന്നുള്ളതാണ്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇതോ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് സ്വയം സാലഡ് മിക്സ് ചെയ്തുണ്ടാക്കാം. അതൊരു വേറിട്ട അനുഭവമാണ് ഇവിടുത്തെ. പിന്നെ വേറെ എവിടെയും കാണാത്ത വെറൈറ്റി ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ് പറയേ വേണ്ട, നല്ല പല തരത്തിലുള്ള ബേക്കറി ഐറ്റംസ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അടുത്ത ഒരു മെയിനായിട്ട് പറയേണ്ട കാര്യമാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് നമ്മുടെ പാലക്കാട് നഗരത്തിൽ ഇത്രയും വെറൈറ്റി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ള വിധത്തിലും തരത്തിലുള്ള മാങ്ങകൾ, ആപ്പിള്, ഫാഷൻ ഫ്രൂട്ട്, നല്ല വെറൈറ്റിയാണ് ഇവിടെ. ആളുകളൊക്കെ കൂട്ടം കൂടി ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു പാക്കിംഗ് സ്ഥലത്ത് പോയിട്ട് നമ്മളതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം. പ്രൈസ് ടാഗ് അതിൽ ഫിക്സ് ചെയ്യണം, ക്ലോസ് ചെയ്തിട്ട്. അതിന് ശേഷമേ മെയിൻ ബില്ലിംഗ് ക്യൂവിൽ നിൽക്കാൻ പാടുള്ളൂ. മെയിൻ ബില്ലിംഗ് ക്യൂ ശരിക്കും എല്ലായിടത്തേമാതിരി ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാണ് ഇവിടെയും കുറച്ച് കാലതാമസമുണ്ട്. നേരത്തെ ഞങ്ങൾ പുറത്ത് കിടന്നിനി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് പോയി നോക്കാം. ഒരു നല്ല എസ്കലേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്മൂത്തായിട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് ഈ ഈറ്ററീസാണ് ഉള്ളത്. ഈറ്ററീസും പിന്നെ ലുലു ഫാഷൻ സ്റ്റോറും. ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കടന്നു. ടോപ്പ് ഇൻ ടൗണിൻ്റെ ഒരു ഈറ്ററി ഉണ്ട്. പിന്നെ